ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്സ് ആണ്. ബ്യൂട്ടി ടിപ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഹെയർ ഗ്രോത്ത് ഒക്കെ ഇല്ലേ. അപ്പോൾ സ്ത്രീകളിൽ പലരും നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹെയർ ഗ്രോത്ത് ആണ്. ഇപ്പോൾ മീശ, താടി, അങ്ങനത്തെ ചില പർട്ടിക്കുലർ ഏരിയാസ് ഉണ്ടല്ലോ, അവിടെയെല്ലാം നമ്മുടെ ലേഡീസിന് രോമ വളർച്ച കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫേസിലേക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഹെയർ ഗ്രോത്തിലേക്ക് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അപ്പോൾ അതിനുള്ള ഹോം റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മിക്കവരും എന്താ പറയുന്നത് വെച്ചാൽ കൂടുതലായിട്ട് വീഡിയോ വാച്ച് ചെയ്യും, പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല. ആരും പ്രത്യേകിച്ച് കമൻ്റ് ഒന്നും ഇടാറില്ല. നല്ലതാണെങ്കിൽ നല്ലതാണ്, അതല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതൊക്കെ ചെയ്യാം. ചിലപ്പോൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ, സാരില്ല പോട്ടെ. ഇപ്പം ഞാൻ എൻ്റെ പറയാനുള്ള പറയുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. അമിതമായിട്ടുള്ള രോമവളർച്ച ഉണ്ടാകും നോക്കാം. സ്ത്രീകളും പുരുഷന്മാരുടെ രീതിയിൽ രോമവളർച്ച ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ അമിതമായിട്ടുള്ള രോമവളർച്ച ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ചില പർട്ടിക്കുലർ ഏരിയാസിലാണ് അങ്ങനെ രോമം കൂടുതലായിട്ട് കാണുന്നത്. അതായത് താടി, നമ്മുടെ മീശ, അതുപോലെ ചില നെഞ്ച് ഭാഗത്തെല്ലാം പുരുഷന്മാരുടെ ഇതുപോലെ തന്നെ രോമവളർച്ച ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊന്ന് മെയിനായിട്ടുള്ള ഒരു റീസൺ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു രീതിയാണ്. പാരമ്പര്യ തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അമിത രോമവളർച്ച ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരാം. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി, അതുപോലെ ഭക്ഷണ രീതി, അതുകളെല്ലാം കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് അമിതമായിട്ട് രോമവളർച്ച ഉണ്ടാക്കാം. പിന്നെയുള്ള മെയിൻ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വെളുക്കാൻ തേക്കുന്ന കുറച്ച് ക്രീമുകളുണ്ട്. വെളുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ക്രീംസ്, ഏതെങ്കിലും ഒരു വ്യൂസ് കൂടുതലുള്ള അല്ലെങ്കിൽ കുറച്ച് റേറ്റിംഗ് കൂടുതലുള്ള ഏതെങ്കിലും ക്രീംസ് കാണുമ്പോൾ കൊള്ളാം, പക്ഷേ നല്ല റിസൾട്ട് ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, അത്തരത്തിൽ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ക്രീംസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ക്രീംസിലുണ്ടാകുന്ന സ്റ്റിറോയിഡ്സ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടാൻ സഹായിക്കും. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും നാച്ചുറലായിട്ട് കുറച്ച് ഹെയർസ് ഒക്കെ നമ്മുടെ ഫേസിന് താടി ഭാഗത്തൊക്കെ എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റിറോയിഡും കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ, ഈ ഹെയർ ഫോളിക്കിൾസിൽ കൂടെ ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് കുറച്ചും കൂടി പെട്ടെന്ന് ഫാസ്റ്റ് ആകും. അത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാക്കും. അപ്പോൾ അത് പറയുന്നത് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു ഇരുമീശ പോലത്തെ ഏരിയകളിലൊക്കെ ഇത്തരത്തിലുള്ള ഹെയർസ് വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു നാണക്കേട് പോലെയും. കാരണം ആണുങ്ങളെ പോലെ ആണല്ലോ എന്നൊരു, ആണുങ്ങളെ പോലെ മീശ അല്ലെങ്കിൽ ആണുങ്ങളെ പോലെ താടി, അതെന്തായാലും നമ്മൾ ശ്രദ്ധിക്കും. മറ്റുള്ളവർ എന്തായാലും നമ്മുടെ ഇത്തരത്തിലുള്ള കുറവുകൾ, അത് ഇത്തരത്തിലുള്ള കൂടുതലുകളാണ് നമുക്ക് കുറവായിട്ട് വരുന്നത്. അതെല്ലാം എന്തായാലും ആൾക്കാർ ശ്രദ്ധിക്കും, നമ്മൾ പരിഹരിക്കപ്പെടും. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് അതൊക്കെ എങ്ങനെയാണ് മാറ്റാമെന്ന് നോക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. അതായത് PCOS, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറഞ്ഞിരുന്ന അത്തരത്തിലുള്ള ഡിസീസ് ഉള്ളവർക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള അമിത വളർച്ച, അതായത് അമിത രോമ വളർച്ച നമുക്കൊരു സിംറ്റമായിട്ട് കാണാം. അപ്പോൾ PCOS ഉള്ളവർ, അതായത് അങ്ങനത്തെ നമുക്ക് ഒട്ടും നമ്മൾ കുറച്ച് റെമഡീസ് അല്ലെങ്കിൽ കുറേ അതിനനുസരിച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. PCOS, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ഡിസീസിൻ്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള രോമ വളർച്ചയാണ്. അപ്പോൾ എന്തായാലും അത് ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ PCOS എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളിൽ ഓവറിയിൽ ചില സിസ്റ്റുകൾ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള സിസ്റ്റുകളിൽ പുരുഷ ഹോർമോണിന്റെ ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ പുരുഷ ഹോർമോണിന്റെ ഉൽപ്പാദനം കൂടിയാൽ എന്താ സംഭവിക്കുക, അതായത് സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പുരുഷന്മാരുടെ ചില ശാരീരിക രീതികളുണ്ടായിട്ട്, അതായത് താടി, മീശ, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സ്ത്രീകളിലേക്കും വരാം. അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഹെയർ ഗ്രോത്ത് കൂടാം. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഡൗട്ട് കൂടുതലുള്ളവർക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യാം. പിന്നെ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യുന്നതാണ്. ഇതല്ലാണ്ട് സാധാരണ രോമവളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പാണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നപ്പോൾ. ആ സാധാരണ രോമവളർച്ചയുടെ ടിപ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ഇത് പറഞ്ഞ് വഷളാക്കുന്നില്ല. നമുക്ക് എന്തായാലും ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, ഒരു 5-6 ടിപ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ എൻ്റെ ഫേസിലാണെങ്കിൽ ഇപ്പോൾ അധികം രോമമില്ല. അപ്പോൾ ഞാൻ അത് നാച്ചുറലായിട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കധികം രോമ വളർച്ച കുറവാണ്. അപ്പോൾ എന്തായാലും അത് കൂടെ കുറച്ച് പറഞ്ഞു തരാം എന്നുള്ള രീതിയിലായിട്ടാണ്. അതായത് എനിക്കിപ്പോൾ എന്തായാലും എൻ്റെ ഫേസിൽ അധികം രോമ വളർച്ചയൊന്നും ഇല്ല, അതായത് എനിക്കിപ്പോൾ ഒട്ടുമില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് കുറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ 2-3 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്ത് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ആ 7 ടിപ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സാധാരണ രോമ വളർച്ചയ്ക്കൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇത് വാക്സ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വാക്സ് ചെയ്യാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. കാരണം വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള വേദന സഹിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അധികം വേദനയൊന്നും സത്യം പറഞ്ഞാൽ വാക്സിന്. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്ക് ആ വാക്സിന് വലിയ വേദന എന്നല്ല, നമുക്ക് സഹിക്കാവുന്ന വേദനയൊക്കെ ഉള്ളത് മനസ്സിലായി. അപ്പോൾ വാക്സിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ മാത്രമേ ചെയ്യാൻ നോക്കുക. പിന്നെ നാച്ചുറലായിട്ടുള്ള കുറച്ച് കാര്യം കൂടി ഇതാകുമ്പോൾ വേറെ സ്കിന്നിന് ഡാമേജോ അല്ലെങ്കിൽ ചൊറിഞ്ഞ് പൊട്ടുകയോ, സാധാരണ വാക്സിൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ചില അലർജിക്കായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സ്കിൻ തടിച്ചു കൊള്ളുന്നു, പൊട്ടുന്നു, ചോര വരുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ
വാക്സ് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല, ഹോം റെമഡീസ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ചെയ്യുക. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ സാധാരണ പപ്പായ നല്ല പഴുത്ത പപ്പായ എടുക്കുക. ആ പഴുത്ത പപ്പായ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടും, നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട്, നല്ല പഴുത്തതായിരിക്കണം, നല്ല പേസ്റ്റ് ആക്കി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ് ട്രേ ഇല്ലേ, അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വെക്കുക. അതിനുശേഷം ഐസ് ക്യൂബായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഡെയിലി രാവിലെയും രാത്രിയും ഇതിൽ ഓരോ ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ആ ഒരു ഐസ് ക്യൂബ് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ മിക്സ് ചെയ്യുക. കോട്ടണിൽ പൊതിഞ്ഞിട്ട് ശേഷം, സാധാരണ കോട്ടൺ പഞ്ഞി അല്ലെങ്കിൽ ഒരു ചെറിയ കോട്ടൺ തുണിയില്ല, ആ ഒരു പീസിൽ നമുക്കിതൊന്ന് ചുറ്റിയതിന് ശേഷം ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് ഐസ് ക്യൂബ് വെക്കാൻ താല്പര്യമില്ലാത്തവർക്കാണ്, എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കാണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതി. നമുക്കൊരു കോട്ടൺ വെച്ച് പൊതിഞ്ഞതിന് ശേഷം ഫേസിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, നല്ല മസാജ്. ഇങ്ങനെ മസാജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ കൂടെ നമ്മുടെ പപ്പായയിലുള്ള എൻസൈംസ് ഇറങ്ങിച്ചേരുള്ളൂ. അപ്പോൾ അങ്ങനെ ഇറങ്ങി ചെന്നാൽ മാത്രമേ ഈ ഹെയർ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. പപ്പായയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ആ ഒരു ഐസ് ട്രേയിൽ. അതിനുശേഷം ഡെയിലി രാവിലെയും വൈകുന്നേരം 2 പ്രാവശ്യം, ഒരു ദിവസം 2 പ്രാവശ്യമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും നടക്കില്ല. എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ ഒരു മരുന്നാണെങ്കിൽ പോലും നമ്മൾ ഇന്ന് കഴിച്ച പാരസിറ്റമോളൊക്കെ മാത്രമേ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് റിസൾട്ട് തരുള്ളൂ. അതല്ലാത്ത എന്ത് മരുന്നാണെങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഒരു അസുഖം മാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള നാച്ചുറൽ ടിപ്സും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്ര വലിയ പാടൊന്നുമില്ലാത്തൊരു പരിപാടിയാണ്. ഡെയിലി ഐസ് ക്യൂബ് വെച്ച് നല്ല 20 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പരിപ്പിൽ കറിപ്പരിപ്പ് അല്ലെങ്കിൽ സാധാരണ പായസത്തിന്റെ പരിപ്പ്, ആ ഒരു പരിപ്പ് നമുക്ക് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതിനുശേഷം അതായത് കുറേ വേണ്ട, നമ്മുടെ ഫേസിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, ഏകദേശം കണക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു 2-3 സ്പൂൺ എടുക്കാം. കാരണം ഒരാൾ പറയുകയാണെങ്കിൽ 3 സ്പൂൺ എടുക്കാം. അത് നല്ലപോലെ കുതിർത്തിയതിന് ശേഷം അത് നരച്ചെടുക്കുക. ഒരു പൊട്ടറ്റോ ജ്യൂസ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പരിപ്പ് കുതിർത്തിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കുക. അതിലേക്ക് ഈ പൊട്ടറ്റോ ജ്യൂസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അത് ഫേസിൽ അപ്ലൈ ചെയ്തെടുക്കുക. ഈ പറയുന്ന പരിപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലീച്ച് എഫക്റ്റ് ആണ് നമ്മുടെ ഫേസിൽ കിട്ടുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ഈ ഹെയർ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു എഗ് വൈറ്റ് വേണം. ഒരു എഗ് വൈറ്റ്, അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ വേണം. ആ കോൺഫ്ലോറിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഷുഗറും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് മനസ്സിലായി, ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഡ്രൈ ആകും. പിന്നെ നമ്മൾ പീൽ ഓഫ് മാസ്ക് ചെയ്യും, ഇതേപോലെ ഇങ്ങനെ പീൽ ചെയ്തിരിക്കില്ലേ, അതുപോലെ ഒന്ന് പീൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്. ഇതാണ് മനസ്സിലായില്ലേ? അതായത് ഒരു എഗ് വൈറ്റ് എടുക്കുക, അതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ വേണം, കുറച്ച് കോൺഫ്ലോർ വേണം. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഉണങ്ങി കഴിയുമ്പോഴേക്ക് നല്ലപോലെ നല്ല ഡ്രൈ ആകും, നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ നമ്മൾ പൊളിച്ചെടുത്താൽ മതി, ഒരു ചെറിയ വാക്സ് പോലെ ഒന്ന് പീൽ ചെയ്യുമ്പോഴേക്കും നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതോടുകൂടി നമ്മുടെ കുറച്ച് ഹെയർസും അതിൽ കൂടി പോരും. അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു റെമഡിയാണ്. ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമുക്കിതിലേക്ക് കടലമാവ് വേണം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ഒരു 1/4 ടീസ്പൂൺ. 1 ടീസ്പൂൺ കടലമാവ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കോക്കനട്ട് ഓയിൽ, പിന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോസ് വാട്ടർ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, ഇതിട്ടതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക, ജെന്റിൽ മസാജ്. നമ്മൾ ഈ റൗണ്ട് മസാജ് ഇല്ലേ, ഈ ഒരു മസാജ് കൊടുക്കുക. നമുക്കിവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ഇരിക്കുമല്ലോ കൂടുതലായിട്ട് ഹെയർസ് ഉള്ളത്, അതുപോലെ ഈ 20 മിനിറ്റ്സോളം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്ക് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കതിന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 ടിപ്സ് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും നമ്മൾ മിനിമം ചെയ്തിരിക്കണം. ഏറ്റവും കുറഞ്ഞതാണ് ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ചെയ്താൽ മാത്രം ഇത്. ഇപ്പോൾ ആഴ്ചയിൽ 3 തവണ ചെയ്താൽ മതി. ഈ പറഞ്ഞ ടിപ്പ് എന്നുള്ളത് ആഴ്ചയിൽ 3 തവണ ചെയ്താൽ മതി. മറ്റേ പപ്പായയുടെയൊക്കെ ആണെങ്കിൽ ഡെയിലി ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് വലിയ പാടൊന്നുമില്ല, ഐസ് ക്യൂബ് വെച്ച് റബ് ചെയ്യാൻ മാത്രമുള്ള പരിപാടിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്തായാലും ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യുക. ഇനി നമ്മുടെ 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, പെട്ടെന്ന് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് ചെയ്യാവുന്ന വേറൊരു കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 1/4 കപ്പോളം പാല് വേണം. ഒരു 1/4 ഗ്ലാസ്സോ 1/4 കപ്പോ പാല് വേണം. അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു പാക്കറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് 1 തുള്ളി കോക്കനട്ട് ഓയിലും കൂടി ഇതിലേക്ക് വേണം. മനസ്സിലായോ? 1 തുള്ളി കോക്കനട്ട് ഓയിൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വാട്ടറിലല്ല ഇത് ക്ലീൻ ചെയ്യുന്നത്, നമ്മുടെ കൈ വെച്ച് റബ്ബ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ആ സമയത്താണെങ്കിൽ പോലും നമ്മുടെ ഫേസ് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചൊരു മിനുസം വേണമെങ്കിൽ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് 1 ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ കൊടുക്കുന്നത്.
അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഗോതമ്പ് പൊടി വേണം. ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് ഈ ഒരു പാല് എല്ലാം കൂടി നല്ലൊരു ഒരു ക്രീമി ഒരു ടെക്സ്ചർ ആവൂലേ, അത്രയും ആവാനുള്ള ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടിയുടെ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ എടുക്കുന്ന പാലിനനുസരിച്ച് നിങ്ങളുടെ ഫേസിൽ എത്രത്തോളം ഇത് വേണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാലിനനുസരിച്ച് അതൊന്ന് ക്രീമി കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറിയിട്ടുണ്ടെന്ന് നോക്കണം. അതിനുശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസാജ് ഒന്നും ചെയ്യണമെന്നില്ല. ഒരു 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് തന്നെ വാഷ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പ് പൊടി കയ്യിലെടുക്കുക, എന്നിട്ട് നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി തേച്ചിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇങ്ങനെ പോരും, അങ്ങനെ നമ്മൾ പൊളിഞ്ഞു പോരും. അങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം വെച്ച് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടലപ്പൊടി, 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, പിന്നെ കുറച്ച് റോസ് വാട്ടർ. ഇത് 4 ഐറ്റംസ് കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും മസാജ് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം കുറച്ച് വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അതല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം നിങ്ങൾ ചെയ്ത് നോക്കൂ. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. നിങ്ങൾ ഒരാഴ്ച ചെയ്ത് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനാണെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ. പക്ഷേ ഒരാഴ്ച 2 ആഴ്ച ആയപ്പോഴേക്കും റിസൾട്ട് ഇല്ലാണ്ടായപ്പോൾ ഞാൻ നിർത്തിപ്പോയി. പക്ഷെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഹെന്ന് ചെയ്യുന്നുണ്ട്, ഹോട്ട് ഓയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് കുറച്ച് റിസൾട്ട് എൻ്റെ ഹെയർസിലുള്ള എനിക്ക് തന്നെ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ റിസൾട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഈ 6 ടിപ്സും നിങ്ങൾ മാക്സിമം ഒരു 3 മാസങ്ങളിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ വാക്സ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പും കൂടിയാണ് നമ്മുടെ 7ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഫേസിൽ ചുമ്മാ തേച്ചാൽ മാത്രം മതി. ഇത് നമുക്ക് അപ്പം തന്നെ ക്വിക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ടിപ്പ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 1 ടീസ്പൂണോളം ഹണി വേണം, 2 ടീസ്പൂണോളം ഷുഗർ വേണം. ഓക്കെ, ഇത് രണ്ടും കൂടി നല്ലപോലെ ഡബിൾ ബോയിൽ ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്പോൾ ഒരു സ്റ്റിക്കി പരുവമാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് ഷുഗറും നമ്മുടെ ഹണിയും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് എന്താ പറയുക ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ സ്കിന്നിലേക്ക് ചൂട് എത്രത്തോളം നമുക്കിത് താങ്ങാൻ പറ്റും, അപ്പോൾ ആ ഒരു ചൂട് കൂടി നോക്കിയതിന് ശേഷം സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട്, ഒരു സാധാരണ കോട്ടൺ തുണി അത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഹെയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിക്കുക. മനസ്സിലായോ? ഹെയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 7 ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എടുത്തിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 7 കാര്യങ്ങൾ നിങ്ങളിതിൽ ഏതാണോ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ചെയ്യാൻ തോന്നുന്നത് അതെന്തായാലും റിപ്പീറ്റായിട്ട് ചെയ്യുക. അല്ലാണ്ട് 7 ചെയ്യണം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇത് 7 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് അത്ര പണിയില്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും 3 മാസം നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ അടുത്ത വീഡിയോ